മലയാള സാഹിത്യത്തിനും മുഴുവൻ മലയാളികൾക്കും ഒരു തീരാ നഷ്ടമാണ് എം.ടിയുടെ ദേഹവിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. മലയാളത്തെ ലോകത്തിന്റെ ഏറ്റവും ഉയരങ്ങളിലെത്തിച്ച മഹാപ്രതിഭയായിരുന്നു. എല്ലാവരും ആ നിലയിലാണ് എം.ടിയെ കണ്ടിട്ടുള്ളത്. കഥകളും നോവലുകളും സിനിമകളും അങ്ങനെ അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകളൊന്നും തന്നെയില്ല. ജീവിതത്തിലൊരു രണ്ടാം ഊഴമില്ലെങ്കിലും അദ്ദേഹം ഭൂമി ഉള്ളിടത്തോളം, മലയാളം ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തിന്റെ രചനകൾ വായിക്കപ്പെടും, ഓർമ്മിക്കപ്പെടും. ചരിത്രത്തിന്റെ ഭാഗമായിട്ടാണ് എം.ടി തിരിച്ചു പോകുന്നത്. ആദരാഞ്ജലികൾ. മലയാള ഭാഷയുടെയും സാഹിത്യത്തിന്റെയും ഒരു യുഗമാണ് എം.ടിയുടെ ഈ വിടവാങ്ങലോടുകൂടി അവസാനിച്ചിരിക്കുന്നത്. മലയാള ഭാഷയിൽ സാഹിത്യവും പുരാണവും ചരിത്രവുമെല്ലാം ഇത്ര അനായാസകരമായി വഴങ്ങുകയും അതിന് പുതിയ ശൈലി ഉണ്ടാക്കി പകർന്നു കൊടുക്കുകയും ചെയ്തിട്ടുള്ള വളരെ അപൂർവം സാഹിത്യകാരന്മാരാണ് മലയാളത്തിലുണ്ടായത്. അതിൽ അഗ്രേസരനായി പരിഗണിക്കപ്പെടാവുന്ന വ്യക്തിയാണ് ശ്രീ എം.ടി. മലയാളം ഉള്ളിടത്തോളം കാലം എം.ടി എന്ന രണ്ടക്ഷരം ഈ ലോകം മുഴുവൻ അറിയപ്പെടും. അതിനുതകുന്ന ഒരുപാട് സാഹിത്യ സംഭാവനകൾ മലയാളിക്കും ലോകത്തിനും സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം കടന്നുപോയിട്ടുള്ളത്. ഭാഷയ്ക്കും സാഹിത്യത്തിനും മലയാള നാട്ടിനും വലിയ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ തിരോധാനത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സമിതിയുടെ ആദരാഞ്ജലികൾ പ്രണാമവും ഈ സന്ദർഭത്തിൽ അർപ്പിക്കുകയാണ്. ഏഴര പതിറ്റാണ്ട് കാലത്തിനിടയിൽ നിരവധി തലമുറകളെ അക്ഷരത്തിന്റെയും വായനയുടെയും ലോകത്തേക്ക് കൈപിടിച്ചുയർത്താൻ സാധിച്ച വ്യക്തിയാണ് ശ്രീ എം.ടി. വാസുദേവൻ നായർ. മാത്രമല്ല, മലയാളത്തിന്റെ മഹാസാഹിത്യകാരൻ, കലയുടെ കുലപതി എന്ന രീതിയിൽ വിശേഷിപ്പിക്കാവുന്ന വ്യക്തിത്വമാണ് ശ്രീ എം.ടി. വാസുദേവൻ നായർ. അദ്ദേഹത്തിന്റെ നമ്മുടെ ഭാരതത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിലും അതേപോലെ തന്നെ ഭാരതത്തിന്റെ പൈതൃകത്തെയും അങ്ങേയറ്റം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത അപൂർവം സാഹിത്യകാരന്മാരിൽ ഒരാളായിരുന്നു എം.ടി. എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. നമ്മുടെ തുഞ്ചൻപറമ്പിൽ അക്ഷരപൂജ എന്നുള്ള ഒരു പുതിയ പൂജയ്ക്ക് രൂപം നൽകുകയും അത് മലയാളിക്ക് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളത് എം.ടിയുടെ ഒരു സവിശേഷതയാണ്, പ്രത്യേകതയാണ്. മലയാള സാഹിത്യത്തിൽ പറയുന്നത് പോലെ ഒരാലങ്കാരികമായ ശൈലി സാധാരണ ഉപയോഗിക്കാറുണ്ട്. സാഗരത്തിന് സമം സാഗരമെന്നും ആകാശത്തിന് സമം ആകാശമെന്നും പറയാറുണ്ട്. ആകാശത്തിന് സമം ആകാശമാണെങ്കിൽ സാഗരത്തിന് സമം സാഗരം മാത്രമാണെങ്കിൽ എം.ടിക്ക് സമം എം.ടി. മാത്രമായിരിക്കും എന്ന കാര്യം സംശയമില്ല. ഏറെ പതിറ്റാണ്ട് കാലത്ത് മലയാള സാഹിത്യരംഗത്ത്, കഥാരംഗത്ത്, നോവൽ രംഗത്ത്, ചലച്ചിത്ര രംഗത്ത് നിറസാന്നിധ്യമായ എം.ടിയുടെ വേർപാടിൽ ഭാരതീയ ജനതാ പാർട്ടിക്കുള്ള അഗാധമായ ദുഃഖവും ആദരാഞ്ജലിയും ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ദുഃഖിതരായിട്ടുള്ള കുടുംബാംഗങ്ങളുടെയും അതുപോലെ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നവരുടെയും ദുഃഖത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയും ഞാനും പങ്കുചേരുന്നു.